ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നമ്മുടെ ലോകകപ്പ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളിൽ ഇപ്പോൾ നോക്കൗട്ട് മത്സരങ്ങൾ 32 ടീമിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്നലെ നടന്ന മിക്കവാറും ചില മത്സരങ്ങളാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ മത്സരം കണ്ടു. അതിൽ ബ്രസീലും ജപ്പാനും തമ്മിലുള്ള കളിയെപ്പറ്റി പറയുകയാണെങ്കിലേ, ബ്രസീലിന് കൂടുതൽ ആധിപത്യം കളിയിലുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കൂടുതൽ ആധിപത്യം കയ്യിലുണ്ടായിരുന്നത് ജപ്പാൻ്റെ കയ്യിലാണ്. പക്ഷേ ഇതിനു മുമ്പ് ഈ മത്സരത്തിന് മുമ്പ് മൊത്തം 14 മത്സരങ്ങളിൽ ബ്രസീലും ജപ്പാനും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഈ ഏറ്റുമുട്ടിയിൽ ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ 14 മത്സരങ്ങളിൽ 11 മത്സരങ്ങൾ ബ്രസീലാണ് ജയിച്ചത്. 2 മത്സരം ടൈ ആയി. പിന്നെ ഒരു മത്സരമാണ് ജപ്പാൻ ജയിച്ചത്. ഇന്നലത്തെ മത്സരം കണ്ടു കഴിഞ്ഞപ്പോൾ ആ മത്സരത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണം പറഞ്ഞു വരുമ്പോൾ ജപ്പാൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലെന്നല്ല, അത് നമ്മൾ കളി കണ്ടിട്ട് എനിക്ക് താല്പര്യം ബ്രസീൽ ജയിക്കണമെന്നായിരുന്നു കേട്ടോ. കാരണം ബ്രസീലൊന്നും അങ്ങനെ പെട്ടെന്ന് പുറത്തു പോകേണ്ട ടീമല്ല. കാരണം നല്ല കളികൾ എല്ലാവർക്കും നാട്ടുകാർക്കാരും കാണണമെന്നുണ്ടെങ്കിൽ അത് ബ്രസീലും ഉണ്ടാവണം. അപ്പോൾ പക്ഷേ ജപ്പാൻ്റെ കളി നല്ല ഫാസ്റ്റ് കളിയാണ്, നല്ല ഫാസ്റ്റായിട്ടുള്ള കളിയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ്. ഇന്നലെ അവർ നല്ലോണം കളിച്ചു. പക്ഷേ ഹാഫ് ടൈം വരെ നല്ല കളിയായിരുന്നു. ഇത് കഴിഞ്ഞ് അവരിത്തിരി പുറകോട്ട് പോയി. അതിനകത്ത് ബ്രസീൽ അടിച്ചു കയറി വന്നു. പക്ഷേ ബ്രസീലിന് ലെക്കില്ലാതായി പോയി. കാരണം ബാറിലടിച്ച് ഗോൾ പോയി. പിന്നെ അവരുടെ ഗോൾ പോസ്റ്റിനകത്തുനിന്ന് അവരുടെ ടീമുകളൊക്കെ തള്ളിക്കളഞ്ഞൊക്കെ ബ്രസീലിൻ്റെ ഒരുപാട് ഗോളുകൾ മിസ്സായി. അവസാനം ആ ഇഞ്ചുറി ടൈമിൽ അടിച്ച ഗോള് അത് ഗബ്രിയേൽ മാർട്ടിനെല്ലി നല്ലൊരു ചാൻസായിരുന്നു പുള്ളിക്ക് കിട്ടിയത്. പുള്ളി ചാൻസ് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തി. പിന്നെ അതിനു മുമ്പ് കാസിമാരോൻ്റെ ഗോള് അതും നല്ല ഗോളായിരുന്നു. അതെല്ലാവരും കളിച്ചത് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് കളിച്ചുവെങ്കിലും ജപ്പാൻ്റെ കയ്യിലായിരുന്നു കളി കൂടുതൽ സമയവും. അത് ഒന്ന് ചിന്തിക്കേണ്ടതാണ് ബ്രസീൽ ടീം. ബ്രസീലിൻ്റെ ആരാധകരായാലും എല്ലാവരും ചിന്തിക്കേണ്ട, ബ്രസീൽ ടീം ചിന്തിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർ ചിന്തിക്കണം, അവരുടെ കളി ബ്രസീൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു കളിയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനായാലും ബ്രസീൽ ഫാൻസ് ആയാലും പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ളൊരു കളിയല്ല ബ്രസീലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതേ. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ ഉയർന്നു വരാൻ കഴിയട്ടെ എന്നുള്ള ആശംസയാണ് ബ്രസീലിനോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ നോക്കൗട്ട് മത്സരങ്ങളിലൊക്കെ തീ പാറുന്ന മത്സരങ്ങളാണ്. അപ്പോൾ ഇന്ന് നടന്ന നെതർലൻഡ്സിൻ്റെ കളി, നെതർലൻഡ്സ് ആയിട്ടുള്ള കളിയിൽ ഞാൻ കണ്ടത് മൊറോക്കോ നെതർലൻഡ്സായിട്ടുള്ള തീ പാറുന്ന കളി തന്നെയായിരുന്നു. 2 ടീമും 1-1 അടിച്ചു. അതിപ്പോൾ ആര് ജയിക്കുമെന്നുള്ളൊരു ഇത് നമുക്ക് മാത്രമേ ഉള്ളൂ. കാരണം ടൈപ്പ് ഇല്ലല്ലോ ഇനി തുടങ്ങി. അപ്പോൾ ആര് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എക്സ്ട്രാ ടൈം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും മടിക്കാണ്ടായി കഴിഞ്ഞപ്പോൾ പെനാൽറ്റി കൊടുത്തിട്ട് ഇവരൊക്കെ എന്താ കാണിക്കണേ? കാര്യം ആരടിച്ചാലും ചിലപ്പോൾ പുറത്തേക്ക് പോകും. പക്ഷെ അത് പുറത്തേക്ക് പോണേനൊരു ഉണ്ടല്ലോ. ഒരു ബോളൊക്കെ പോയത് ആകാശവാണി കൊച്ചി തിരുവനന്തപുരം പോയത്. അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ മാനസിക സമ്മർദ്ദം ഉണ്ടാവും അവർക്ക് ഗോളടിക്കുന്ന സമയത്ത്, പെനാൽറ്റി അടിക്കുന്ന സമയത്തൊക്കെ. പക്ഷെ അത് മൊറോക്കോൻ്റെ ലെക്ക് ആണ് അവസാന ഘട്ടത്തിൽ. മൊറോക്കോൻ്റെ കുഴപ്പമില്ല, ഗോള് സേവ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മൊറോക്കോയ്ക്ക് കളിയിൽ ആധിപത്യം വന്നു. മൊറോക്കോ ജയിച്ച് കയറി, ബ്രസീൽ കയറി, മൊറോക്കോ കയറി. ഇനി കിടക്കുന്നുണ്ട് അർജന്റീനയുടെ കളിയുണ്ട്. കേപ്പ് വെർദെ ആയിട്ടാണ് കളി. കേപ്പ് വെർദെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ നമ്മൾ ഇപ്പോൾ അർജന്റീനയായിട്ട് കളി വന്നു കഴിഞ്ഞപ്പോൾ കുറേ അർജന്റീനയുടെ ആരാധകരല്ലാത്തവർ പറഞ്ഞുകൊണ്ട് വരുന്നത് വളരെ ചെറിയ ടീമാണെന്നാണ്. ഇതിനു മുമ്പ് പല ടീമുകളായിട്ട് അവർ ടൈയിൽ വന്നു, അല്ലെങ്കിൽ വന്ന സമയത്ത് പറഞ്ഞത് കേപ്പ് വെർദെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടീമാണ്, അവരെ പിടിച്ചു കെട്ടാൻ പറ്റാത്ത ടീമാണെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അർജന്റീനയായിട്ട് കളി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ഥിതിയാണ് മാറി. അപ്പം അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോൾ ബ്രസീൽ കളിച്ച കളി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളാണ്. കളിച്ച കളി വെച്ച് ബ്രസീലിനെ ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ബ്രസീൽ ഇപ്രാവശ്യം കപ്പടിക്കില്ല. ഇതൊന്നും പോരാ കളി. അർജന്റീന മോശം കളിച്ചാലും നമ്മൾ അർജന്റീനയെ പറയും. ഞാൻ അർജന്റീനയുടെ ആരാധകനാണെന്ന് ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളിക്കുന്ന കളി നമ്മൾ ഫുള്ളായിട്ട് അതിനകത്ത് ഒരു അർപ്പണബോധത്തോടുകൂടി കളിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അർജന്റീനയുടെ കളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവില്ല. കാരണം അവർ മരിച്ചാണ് കളിക്കുന്നത്.
അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ അത് കണ്ടിരിക്കാനുള്ളൊരു ഉത്തേജനം, അത് കാണുമ്പോഴൊരു ഉത്തേജനം. അത് നമുക്ക് മാത്രമല്ല, ഇത് ബ്രസീൽ ഫാൻസ് ആയാലും ഏത് ടീമിൻ്റെ ഫാൻസ് ആയാലും അർജന്റീനയൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. കാരണം അവർക്കറിയാം, കളി കാണുമ്പോൾ അവർക്കറിയാം. പിന്നെ ജർമ്മനീനെ പറ്റിയൊരു വാക്ക് പറയണം. ജർമ്മനി പുറത്തു പോകുന്നത് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ ആ കളി കണ്ടില്ല കേട്ടോ, ആ കളി കണ്ടില്ല. പക്ഷെ രാവിലെ ആണ് ഞാൻ അറിഞ്ഞത് അവർ പെനാൽറ്റിയിലാണ് പുറത്തു പോയത്. പക്ഷെ അത് അവരുടെ ശരിക്കും പറഞ്ഞാൽ ജർമ്മനി ഈ ആ ടീമിനോട് അടിച്ച് പുറത്തു പോകാൻ പാടില്ല. പരാഗ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിൽ പരാഗ്വേ ടീം അവരും നല്ല കളിച്ച് കയറി വന്ന ടീമാണ്. പക്ഷെ ജർമ്മനീനെ വെച്ച് നോക്കുമ്പോൾ ജർമ്മനിക്ക് അവരെ നിഷ്പ്രയാസം എടുക്കാൻ പറ്റുന്ന ടീമായിരുന്നു. പക്ഷെ അവരത് അവരുടെ കളിയുടെ ഇത്തിരി പോരായ്മകളുണ്ട്. ഞാൻ അതിൻ്റെ ഫുള്ള് കളി കണ്ടില്ല, അതിൻ്റെ ഹൈലൈറ്റ്സ് മാത്രമാണ് കണ്ടത്. എങ്കിലും ഇങ്ങനെയൊന്നും കളിച്ചാൽ പോരാ എന്നുള്ളതിൽ കൊണ്ടാണ് ജർമ്മനി പുറത്തായത്. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന ടീമുകളുടെ കളികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാവരും പല ടീമുകളുടെ ആരാധന ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ജർമ്മനി പുറത്തു പോയി എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയുടെ ആളുകളെ നമ്മൾ കളിയാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഫുട്ബോളിലൊക്കെ ലക്കും ഉണ്ട് കുറച്ച്. പിന്നെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ബ്രസീലിൻ്റെ കളി 90 മിനിറ്റ് വരെ അതേമാതിരി കട്ടയ്ക്ക് പിടിച്ചു നിന്നിട്ട് അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്ന് അവർ ഗോൾ ഇട്ടു. പിന്നെ ഒന്നും ചെയ്യാനില്ല, മറ്റവർക്കൊന്നും ചെയ്യാനില്ല എന്ന്. അതാണ് അതിൻ്റെ ഒരു ഇത് വന്നത്. ജപ്പാന് പിന്നെ ചെയ്യാനില്ല. എനിക്ക് എല്ലാ ടീമിൻ്റെയും ഫാൻസിനോട് പറയാനുള്ളത് ഒരു കാര്യമാണ്, ഇനി വരുന്ന കളികളിൽ ഏതെങ്കിലും ടീമുകളൊക്കെ പുറത്തു പോകാനാണ് ചാൻസ്. കാരണം സമനില വഴങ്ങാൻ പറ്റില്ല, ജയിക്കാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 32 ടീമിൽ നിന്ന് 16 ടീമായിട്ട് ഓരോ ടീം പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങൾ തോൽവി എല്ലാവരും പ്രതീക്ഷിക്കുക. ഏത് ടീമായാലും, ഞാൻ ഇഷ്ടപ്പെടുന്ന ടീമായാലും ആരിഷ്ടപ്പെടുന്ന ടീമായാലും തോക്കുമെന്നുള്ള പ്രതീക്ഷയോടെ വരുന്ന കളിയാണ്. കാരണം അതൊന്നും ആരുടെയും കയ്യിലല്ല. പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ട്, അവർ ജയിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ഇതുകൊണ്ട് തോൽവി സംഭവിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടികളൊന്നും ഇല്ലാതിരിക്കാനേ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഒരു സമാധാന അന്തരീക്ഷത്തിൽ എല്ലാവരും കളി കണ്ട് ഈ ലോകകപ്പ് അവസാനം വരെ എല്ലാവർക്കും സമാധാന അന്തരീക്ഷത്തിൽ പോകാൻ ഇടവരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ളൊരു വിശകലനമാണ് ഞാൻ കളികളെ പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാമല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.